ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഭഗവാന്റെ അവതാര ലീലകളിൽ പ്രധാനപ്പെട്ട ഒരു ലീലയാണ് കാളിയമർദ്ദനം. അങ്ങനെ ഉള്ള ആ കാളിയമർദ്ദനത്തിൽ കാളിയനായിട്ട് വരുന്നത് ആരാണെന്നും അതിന് ആസ്പദമായ സംഭവം എന്താണെന്നും അങ്ങനെയുള്ള കഥകളൊക്കെയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ആ കഥ അറിയാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരിക്കുമെന്ന് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഭഗവാന്റെ ലീലകളിലിരിക്കുന്ന കാളിയമർദ്ദനത്തിൽ കാളിയനായി അവതരിക്കുന്നത് ഒരു ഋഷിയായാണ്. സത്യത്തിൽ ശാപം നിമിത്തമാണ് അദ്ദേഹം കാളിയനായി ജന്മം കൊള്ളുന്നത്. അതേ സംഭവത്തിൽ തന്നെ മറ്റൊരു എതിരെ നിന്നൊരു മഹർഷി കാക്കയായിട്ട് മാറുന്നുണ്ട്. ഈ കഥയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. അതിൽ ആ ഒരു പഠന വിഷയം കൂടി ആയതുകൊണ്ടാണ്, അങ്ങനെ ഒരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു കഥയായതുകൊണ്ടാണ് ഞാൻ ഈ കഥ തിരഞ്ഞെടുത്തത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. സ്വയംഭൂ മനുവിൻ്റെ കാലഘട്ടത്തിലാണ് രണ്ട് മഹർഷിമാർ തമ്മിലുള്ള തർക്കത്തിൻ്റെ സംഭവം നടക്കുന്നത്. അതായത് ശാന്തമായ ഒരു തപോഭൂമി, ആ തപോഭൂമിയിൽ വേദശിരസ് എന്ന് പറയുന്ന ഒരു മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അശ്വശിരസ് എന്ന മറ്റൊരു മഹർഷി കടന്നു വരികയാണ്. തപോഭൂമിയിൽ ആ തപോഭൂമിയിൽ ഇഷ്ടപ്പെട്ട അദ്ദേഹം അവിടെ തപസ് ചെയ്യാമെന്ന് കരുതുകയും, എന്നാൽ ആ വന്ന അശ്വശിരസിനോട് വേദശിരസ് വളരെ രൂക്ഷമായി പെരുമാറുകയാണ്. അതായത്, താങ്കൾ ഇവിടെ തപസ്സിനിരിക്കരുത്, ഇത് എൻ്റെ തപോഭൂമിയാണ്, ഇവിടത്തേക്ക് ഒരിക്കലും അങ്ങ് തപസ് ചെയ്യാൻ വരരുത് എന്ന് വേദശിരസ് കർക്കശമായി പറയുകയാണ്. അപ്പോൾ അശ്വശിരസ് വല്ലാതെ ബുദ്ധിമുട്ട്, അശ്വശിരസ് കോപിഷ്ഠനായിക്കൊണ്ട് പറയുകയാണ്, അല്ല, ഇത് അങ്ങയുടെ ഭൂമിയല്ല ഒരിക്കലും, ഇത് മഹാവിഷ്ണുവിൻ്റെ ഭൂമിയാണ്. ഇവിടെ ഒരാൾക്കും എൻ്റേത് എന്നുള്ള ചിന്തയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളത് തുറന്നടിച്ച് പറയുകയും, പിന്നീടുള്ള വാക്തർക്കത്തിൽ അദ്ദേഹം വേദശിരസിനെ ശപിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തെ, അതായത് തപസ് ചെയ്യാൻ വന്നിരിക്കുന്ന എന്നെ അങ്ങ് വളരെ രൂക്ഷമായി ഒരു സർപ്പത്തെ പോലെ അങ്ങ് എൻ്റെ നേർക്ക് ചീറ്റിയെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങൊരു സർപ്പമായി തീരട്ടെ എന്ന്, അതായത് ഗരുഡഭയമുള്ള ഒരു സർപ്പമായി ഭവിക്കട്ടെ എന്ന് ഈ വേദശിരസിനെ അശ്വശിരസ് എന്ന മഹർഷി ശപിക്കുകയാണ്. ഇതേ അശ്വശിരസ് ആ സമയത്ത് വേദശിരസ് അശ്വശിരസിനെയും ശപിക്കുകയാണ്. ഈ ചെറിയ തെറ്റിനെ വലിയ ശിക്ഷ നൽകി അങ്ങ് ഒരു കാക്കയായി തീരട്ടെ എന്നുള്ളത്. അങ്ങനെ ഭൂഷണ്ഡൻ എന്ന കാക്കയായിട്ട് സാക്ഷാൽ അശ്വശിരസും കാളിയൻ എന്ന ഘോര സർപ്പമായിട്ട് വേദശിരസും ജന്മം കൊള്ളുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര തപസ് ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര തരത്തിലുള്ള
തപോ ബലമുണ്ടെങ്കിലും കാര്യമില്ല, നമ്മളുടെ കർമ്മം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. മാത്രമല്ല തപസ്സിൻ്റെ അല്ലെങ്കിൽ തപസ്സികളുടെ വാക്കുകൾ ഒരിക്കലും വിഫലമാവുകയില്ല. അത് സത്യമായിട്ട് തന്നെ ഭവിക്കും എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കണം. ഒരു ക്രോധത്തിൻ്റെ ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു രണ്ട് പേരുടെ ആത്മനിയന്ത്രണമില്ലായ്മയാണ് ഈ രണ്ട് ഭഗവത്ഗീതയിലേക്കും നയിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് പേര് എന്ന് പറയുന്നത്, അതായത് കാളിയൻ എന്ന് പറയുന്ന വേദശിരസ് തൻ്റെ ആ സ്വഭാവത്തെ അതായത് തൻ്റെ പരിധിയിലേക്ക് ആരെയും കടത്തിവിടാതിരിക്കുന്ന ആ സ്വഭാവം ഇദ്ദേഹത്തിൻ്റെ പൂർവജന്മത്തിലും പുനർജന്മത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് കാളിയനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാളിയൻ്റെ അധികാര പരിധിയിലേക്ക് ഒരാളെ കടത്തിവിടാതിരിക്കുന്ന ആ ഒരു അഹങ്കാര ബുദ്ധി പുനർജന്മത്തിന് ശേഷവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരാളെ മുന്നിലും അടിയറവ് പറയാത്ത മനസ്സ് അപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗരുഡന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബലിദാനാദികളെ നിഷ്കർഷമായും അതിനെ എതിർക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്തതിനാൽ ഗരുഡൻ കാളിയൻ്റെ ശത്രുവാവുകയും തുടർന്ന് കാളിയനെ നിരന്തരമായിട്ട് ആക്രമിക്കാനും തുടങ്ങി. അദ്ദേഹത്തിന് എവിടെയും രക്ഷയില്ല എന്നുള്ള അവസ്ഥയായി. എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഗരുഡൻ ആ ഒരു ഗരുഡ ഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് നാരദരുടെ ഒരു വചനം അല്ലെങ്കിൽ നാരദരുടെ ഒരു ഉപായം കാളിയനെ തേടിയെത്തുന്നത്. അതായത് കാളിയ, നിനക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. നീ കാളന്തികളുടെ രമണക ദ്വീപ് എന്ന് പറയുന്ന ആ ദ്വീപിലേക്ക് ചെന്നാലും അവിടെ ഒരിക്കലും ഗരുഡൻ എത്തില്ല. കാരണം കശ്യപന്റെ ഒരു ശാപം ഈ ഗരുഡന് സംഭവിച്ചിട്ടുണ്ട്. രമണഗിരി ദ്വീപിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിനക്ക് ദേഹനാശം സംഭവിക്കും എന്നുള്ളത്. കൃഷ്ണാവതാരം വരെ കാളിയൻ സുഖിച്ചു വാണു എന്ന് പറയുന്ന അവിടെ കാളിന്തി നദിയിൽ രമണക ദ്വീപിൽ കാളിയൻ സസന്തോഷം വാണു തൻ്റെ കുടുംബത്തോടൊപ്പം. അപ്പോഴും തൻ്റെ അധികാര പരിധിയിലേക്ക് വരുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുക എന്നുള്ള സ്വഭാവം കൈവിട്ടിട്ടില്ല. തുടർന്ന് കൃഷ്ണാവതാര സമയം ബാക്കിയുള്ളത് അറിയാമല്ലോ, കൃഷ്ണൻ്റെ ആ ഭഗവാന്റെ ലീലകളാടുന്നത്. അങ്ങനെ അന്ന് ഇവരെ തമ്മിലുള്ള തർക്കത്തിനിടയിൽ മഹാവിഷ്ണു രണ്ടുപേരെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഗരുഡ ഭയത്തിൽ നിന്ന് അഭയം നേടാൻ എൻ്റെ പാദം, കൃഷ്ണാവതാര സമയത്ത് എൻ്റെ പാദമുദ്ര നിന്റെ ശിരസിൽ വരുന്ന സമയത്ത് നിനക്ക് ഗരുഡ ഭയത്തിൽ നിന്ന് മുക്തി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അത് മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാം അഹങ്കാരമാകുന്ന തലയെടുപ്പിലും ഭക്തിയിലും ജീവിതത്തിലും എപ്പോഴാണോ ഭഗവത് പാദം സ്പർശിക്കുന്നത് അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ഭയം നീങ്ങുകയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള അഹങ്കാരാദികൾ നശിക്കുകയും ചെയ്യും എന്നുള്ളത് അവിടെ പറയാതെ പറയുകയാണ്. ഇവിടെ ഗരുഡൻ എന്ന് പറയുന്നത് ഇതേ ഗരുഡനെ രാമായണം ഉപദേശിച്ചു കൊടുത്തത് വേദശിരസ് എന്ന് അശ്വശിരസ് എന്ന് പറയുന്ന
ഇത് കാക്കയായിട്ടുണ്ടായിരുന്ന ഭൂശുണ്ഠനാണെന്നും പറയുന്നുണ്ട്. ഭൂശുണ്ഠൻ എന്ന് പറയുന്ന കാക്കയാണ് രാമായണ കഥ ഇദ്ദേഹത്തിന് ഗരുഡന് ഉപദേശിച്ചു കൊടുക്കുന്നത്.